ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. സത്യത്തിൽ ഈ കാണുന്ന ദൃശ്യങ്ങൾ എനിക്കാദ്യം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. നമ്മുടെ ഡബിൾ റഹീമണ്ണൻ കണ്ണാടിയും വെച്ച് സാഡ് BGM ഇട്ട് എന്തൊക്കെയോ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വന്നിരിക്കുകയാണ് ഗൈസ്. ഇങ്ങനെ സ്വകാര്യ വിരുന്നിൽ പങ്കെടുത്ത് വിരുന്നുണ്ണാൻ ഈ കാണിക്കുന്ന ഔചിത്യമില്ലായ്മ ഒരിക്കലും നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിച്ചിരുന്നതല്ല. നമ്മുടെ റഹീമണ്ണൻ പറയുന്നത് കറക്റ്റ് കാര്യമാണ്. പ്രളയം വരുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി ആരും കഴിക്കാനും പാടില്ല, കക്കൂസി പോകാനും പാടില്ല. ഞാൻ ഭക്ഷണം കഴിച്ചു പോയി അന്ന് 3 മണിയായപ്പോൾ. എനിക്കറിയില്ലായിരുന്നു 2018-ലും 19-ലും ദുരന്തം ഉണ്ടായിരുന്നപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി നിരാഹാരമാണ് ഇരുന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. വല്ല കാര്യം ഉണ്ടായിരുന്നു റഹീമണ്ണ? ഇപ്പം നേരിട്ട് തന്നെ മുഖ്യമന്ത്രിയുടെ വായിന്ന് കിട്ടിയല്ലോ. മുൻ മാതൃകകൾ അങ്ങനെയല്ല. നല്ല ആത്മവിശ്വാസം പകരേണ്ട സമയമാണ് ഭരണാധികാരികൾ, ഉദ്യോഗസ്ഥർക്കും ജനങ്ങൾക്കും. നമ്മുടെ റഹീമണ്ണൻ പറഞ്ഞ ഈ മുൻ മാതൃക അന്ന് കാട്ടിക്കൂട്ടിയ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഇനി നമുക്ക് നമ്മുടെ റിട്ടയർഡ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കടവും കടക്കണിയായിട്ട് ഇരിക്കുന്ന കേരളം ഭരിക്കുന്ന സമയത്ത് നവകേരള സദസ് എന്ന പേരിൽ 1.5 കോടിയുടെ ബസ്സും എടുത്ത്, അത് വെറും ഒരു ബസ്സായിരുന്നില്ല, അതിനകത്ത് അത്യാവശ്യം എല്ലാ ലക്ഷറി സൗകര്യങ്ങളുള്ള ഒരു ബസ്സായിരുന്നു. പിണറായി വിജയന്റെ കാലിന് കുരുവായതുകൊണ്ട് ബസ്സിൽ നിന്ന് താഴെ ഇറങ്ങാൻ വരെ അതിനകത്ത് ലിഫ്റ്റ് ഉണ്ടായിരുന്നു. അതുകൂടാതെ അതിനകത്ത് പിണറായി വിജയന് കക്കൂസി പോകാൻ വരെ അതിൽ സൗകര്യമുണ്ടായിരുന്നു. ഇത്രയും ദൂരത്ത് കാണിച്ചൊരു സർക്കാരിനെയാണ് നമ്മുടെ റഹീമണ്ണൻ വന്ന് ന്യായീകരിക്കുന്നത്. ഞാനൊന്ന് ഭക്ഷണം കഴിച്ചു പോയി. നിങ്ങൾ എത്ര അപവാദ പ്രചരണമാണ് നടക്കുന്നത്? ഈ വിഷയത്തെപ്പറ്റി നിങ്ങൾക്ക് എന്താ പറയാനുള്ളതെന്ന് കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.